നമസ്കാരം പ്രിയമുള്ളവരെ, രതീഷ് ജാലമനെയാണ്. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇന്നലെ നമ്മൾ ചെയ്ത വീഡിയോ നമ്മളുടെ വിരലിൽ 1 to 1 എഴുതുന്നതിൻ്റെ ആ ഒരു സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു മനഃശുദ്ധി പ്രധാനമാണെന്ന് പറഞ്ഞായിരുന്നു. ഈ മനഃശുദ്ധി എന്ന് ഞാൻ ഉദ്ദേശിച്ചത്, മനഃശുദ്ധി പല കാര്യങ്ങളുണ്ടായിരിക്കും. പക്ഷെ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഒരു വാക്കുകളോ അല്ലെങ്കിൽ നമ്പറുകളൊക്കെ എഴുതി നമ്മളുടെ ജീവിതത്തിൽ വേണ്ട കാര്യങ്ങൾ നമ്മളിലേക്ക് ആകർഷിച്ചെടുക്കുന്ന ലോ ഓഫ് അട്രാക്ഷനിലൂടെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ നമ്മൾക്ക് ദേഷ്യമുള്ള വെറുപ്പുളവാക്കുന്ന ആളുകളൊക്കെ ചിലപ്പോൾ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. എല്ലാവർക്കും ഇല്ല, ചില ആളുകൾക്ക്. അപ്പോൾ നമ്മളെ ശാപം വാക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ മാനസികമായിട്ട് നമ്മൾ തളരണമെന്ന് വിചാരിക്കുന്ന ആളുകളോ നോട്ടം കൊണ്ടോ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒക്കെ നമ്മളതിനെ തളർത്തുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം അവരെ മനസ്സിൽ കൊണ്ടുവരിക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അവർക്ക് മാപ്പ് കൊടുക്കുന്നതായിട്ട് മനസ്സിൽ വിചാരിക്കുക. അതുപോലെ അങ്ങനെ നമ്മൾ എത്ര ആളുകളുണ്ട് അവർക്കൊക്കെ നമ്മൾ മാപ്പ് കൊടുത്ത് നമ്മൾക്ക് ഇപ്പോൾ ഈ അവസ്ഥയിൽ ജീവിക്കാൻ നമുക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നമ്മൾ ദൈവത്തിനോട് അല്ലെങ്കിൽ പ്രപഞ്ച ശക്തിയോട് നന്ദി പറയാം. അപ്പൊ അങ്ങനെ ആകുമ്പോൾ എന്താവും, നമ്മളുടെ മനസ്സിൽ നിന്ന് കുറെ ഭാരം ഇറങ്ങിപ്പോവും. ഇങ്ങനെയുള്ള ഒരു സമയത്ത് നമ്മൾ ഇങ്ങനെ ഒരു മെഡിറ്റേഷൻ അവസ്ഥയിൽ അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് നമ്മളുടെ ഒരു മെഡിറ്റേഷൻ പോലെ ഇരുന്ന് നമ്മളുടെ മനസ്സൊന്ന് കൂളാക്കിയതിന് ശേഷം വേണം ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അപ്പോഴേ നമുക്ക് അതിൻ്റെ ഒരു പ്രയോജനം കൂടുതലായിട്ട് നമുക്ക് പെട്ടെന്ന് കിട്ടുകയുള്ളൂ. ഇതുകൂടി ഞാൻ ഇന്നലെ പറയാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മുടെ മനസ്സിന്റെ ആ ഒരു നിഷ്കളങ്കത എന്നോ അല്ലെങ്കിൽ പരിശുദ്ധം എന്നൊക്കെ ഉദ്ദേശിക്കുന്നത്. പലതരത്തില് കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. ഞാൻ എന്നോട് പറഞ്ഞു തന്നിട്ടുള്ള ഗുരുനാഥന്മാര് അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള അറിവ് ഇങ്ങനെയാണ്. അപ്പോ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളിലേക്ക് ഇത്തരം കാര്യങ്ങൾ, ഇതിപ്പോ ഒരു നമ്പർ മാത്രമല്ല കേട്ടോ, പണം ആകർഷിക്കുന്ന, പണത്തെ നമ്മളിലേക്ക് അടുപ്പിക്കുന്ന വാക്കുകൾ, സന്തോഷം, അതുപോലെ തന്നെ വിജയം, ചെറിയ വിജയം, വ്യാപാര സംബന്ധമായിട്ടുള്ള അഭിവൃദ്ധി, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഇതുപോലുള്ള നമ്പറുകളും വാക്കുകളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഓക്കെ, നന്ദി.